പ്രിയപ്പെട്ടവരെല്ലാവർക്കും സ്നേഹ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹുൽ തക്കൻ. പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഭരണ സംവിധാനത്തിനോടുള്ള വിയോജിപ്പല്ല, മറിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദേശീയപാത അതിന്റെ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉദ്ഘാടനം 2025 അവസാനത്തിലോ അല്ലെങ്കിൽ 2026 തുടക്കത്തിലോ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ പലയിടങ്ങളിലും അത് പൊളിഞ്ഞു വീഴുന്ന വാർത്തകൾ നമ്മൾ ചാനൽ വഴി വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു നിഷ്കളങ്കമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അത് സംഭവിക്കുന്നത്? കേരളത്തിന്റെ ഭൂപ്രകൃതിയെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലയിലൂടെ പോകുന്ന ദേശീയപാതയുടെ അവസ്ഥ പലയിടങ്ങളിലും പുഴയോരങ്ങളാണ്, പാടങ്ങളാണ്, ചതുപ്പ് നിലയങ്ങളാണ്. ഇവിടെയൊക്കെ എങ്ങനെ ഫ്ലൈ ഓവർ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പാലം പണിയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, കൊടുക്കേണ്ട ശാസ്ത്രീയമായിട്ടുള്ള റോഡ് പണി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടാണോ ഈ ദേശീയപാതയുടെ വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്, തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാലയളവിലൊക്കെ ഒരുപാട് പ്രാദേശിക റോഡുകളും സംസ്ഥാന റോഡുകളും ഒക്കെ പണിത് അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റീൽസ്, ആഘോഷങ്ങൾ, സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ ഷെയറുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാര്യം, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഒരു സർക്കാർ, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ, അവരുടെ ലക്ഷ്യം വികസനവും നല്ല ഒരു നവകേരളം പടുത്തുയർത്താനുള്ള ശ്രമം, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന സംഭവങ്ങളാണ് ഒക്കെ. അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്നുള്ള വാദം നമുക്കില്ല. പക്ഷെ മറിച്ച് ഇതില് ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോടാണ് ഇത് ചോദിക്കേണ്ടത്? ഇത് ചോദിക്കേണ്ട അവസ്ഥ വരുന്നത് അതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷങ്ങളായിട്ടുള്ള കേരളത്തിന്റെ മനുഷ്യരെ. അല്ലെങ്കിലും യാത്രാ ദുരിതം നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് രോഗികൾ, മറ്റു ഒരുപാട് യാത്രക്കാർ പ്രയാസം അനുഭവിച്ച് ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. മനോഹരമായ കാഴ്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല വിഷ്വൽസും ഫോട്ടോസൊക്കെ നമ്മൾ കാണുമ്പോഴും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ പലയിടങ്ങളിലും അത് പൊളിഞ്ഞു വീഴുന്നു. ഇപ്പോഴും 2025 മെയ് 29 വിഷ്വൽസ് വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പൊളിഞ്ഞു വീഴുന്നത്. അപ്പം മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഇത്തരുണത്തിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ദേശീയപാതയുടെ വർക്ക് അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് എത്ര കാലം ശാശ്വതമായിട്ട് ഇങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ്. ഭീതിയില്ലാതെ, ഭയമില്ലാതെ, ആശങ്കയില്ലാതെ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? പൊതുമരാമത്ത് കേരളത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ? ഇതിലാരാണ്? അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കോൺടാക്ട് എടുത്ത ആരോടാണ് ചോദിക്കേണ്ടത്? ആരാണ് കൃത്യമായി മറുപടി പറയേണ്ടത്? ഒരു സർക്കാരിനെയും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എതിരായിട്ടോ വിമർശിക്കുവാനോ പരിഹസിക്കാനോ അല്ല ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവന് രാഷ്ട്രീയ വിരോധം കൊണ്ടാണ്, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ അതിനു വേണ്ടിയിട്ടല്ല. മറിച്ച് ഇതിങ്ങനെ തുടർക്കഥയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് സർവ്വസാധാരണയാണ്. കാരണം വലിയൊരു കോണ്ടാക്ട്, ദീർഘദൂരം സഞ്ചരിക്കുന്ന, കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു പാത നിർമ്മിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതും ഉണ്ടാവാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇന്നിന്റെ ഈ വർത്തമാന കാലഘട്ടത്തിലെ അത്യാധുനിക സംവിധാനങ്ങളും പഠനങ്ങളും ഒക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ മനുഷ്യർ പോയി ജീവിക്കാനും പാർക്കാനും കഴിയുന്ന സാഹചര്യത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന, പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ചതുപ്പ് നിലയങ്ങളിൽ അല്ലെങ്കിൽ പാടങ്ങളിൽ അതിന്റെ മുകളിലൂടെ സഞ്ചരിക്കേണ്ട രീതി, റോഡ്, ഫ്ലൈ ഓവർ, അത് പണിയാൻ ശാസ്ത്രീയമായിട്ട് എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഠനമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അതിന് പഠനമുണ്ട്. ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് കോൺക്രീറ്റ്, അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷെ എവിടെയാണ് പിഴച്ചത്? ആർക്കാണ് പിഴച്ചത്? ഇതില് കേരളത്തിന്റെ സമൂഹം, മനുഷ്യർ പ്രയാസത്തിലോ അല്ലെങ്കിൽ ആശങ്കയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ. കൃത്യമായിട്ടുള്ള മറുപടി കിട്ടേണ്ടതായിട്ടുണ്ട്. എത്ര നാള് ഈ ഒരു അവസ്ഥയിലാണ് എങ്കിൽ നമ്മൾ ഈ ദേശീയപാതയായിട്ട് ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു പാത ഈ ഒരു അവസ്ഥയാണ് എങ്കിൽ, ഇപ്പം മഴ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ, 3-4 മഴ പെയ്യുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥ സംജാതമാകുന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട്, കാരണം കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇതുപോലെ മഴ കെടുതിയും വെള്ളവും ആകെ പുഴയും പുഞ്ചപാടങ്ങളും മറ്റൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഇനി അങ്ങോട്ടുള്ള വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ എത്ര നാൾ കൊണ്ട് ഇങ്ങനെ ഇത് ഒരു കുഴപ്പമില്ലാതെ ഈ റോഡ് നിലനിൽക്കും എന്നുള്ളതാണ് വലിയ ആശങ്കയായിട്ട് ആളുകൾക്ക് ചോദിക്കാനുള്ളത്. അത് പണിതിട്ടുള്ള സംഗതി, അതിന്റെ മെറ്റീരിയൽ, അതിന്റെ ക്വാളിറ്റി, കട്ട, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അതിന്റെ വിഷ്വൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എവിടെ പിഴച്ചു, ആർക്ക് പിഴച്ചു? ഇനി അത് അത്തരത്തിലുണ്ട് എങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ അതിന് ശക്തമായിട്ടുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കേവലം എവിടെയെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കി അപ്പൊ അത് തീർത്തു, ഇനി മറ്റ് എവിടെയെങ്കിലും ഇതുപോലെ പൊളിഞ്ഞു വീഴുന്നുണ്ടായി അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ചെയ്തു, എന്നിട്ട് വീണ്ടും മാറി വന്നു അപ്പുറത്ത്, അങ്ങനെ നിരന്തരമായിട്ട് ഇത് ഉണ്ടാകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇത് എത്ര നാള് നിലനിൽക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആശങ്ക. ആ ആശങ്ക പങ്കുവെക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു സർക്കാരുണ്ടോ ആ സർക്കാരിന്റെ ഭരണത്തിന്റെ ആ ഒരു മികവിനെ ഇല്ലാതെയാക്കൂ ഒന്നല്ല ചെയ്യുന്നത്. തികച്ചും ന്യായമായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന, ഒരുപാട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശങ്ക ഞാൻ ഇതിലൂടെ പങ്കുവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബൈ. 5:05 നമ്മൾ ഇവിടെ പ്രദേശത്തിൽ നമ്മൾ സുബീക്ക് ഇറങ്ങില്ലേ, കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങില്ലേ. അപ്പൊ ആ മാപ്പ് നോക്കി ഈ മാപ്പ് അവിടെ പൊട്ടി കിടക്കുന്നത് ഞാൻ വേറെ സ്നേഹിതനോട് പറഞ്ഞു. അപ്പൊ വീണ്ടും അവിടെ പൊട്ടിക്കുന്ന കുറഞ്ഞ ഘട്ട പൊട്ടുന്നുള്ളൂ, പൊട്ടിക്കൊണ്ടേ നിൽക്കണേ. നമ്മുടെ പ്രദേശം ഇവിടെ തന്നെ ഈ മദ്രസിന്റെ അടുത്തന്നെ വീട്, ഒരു 100 മീറ്റർ അകലെ നമ്മൾ വീടുള്ളൂ. നമുക്ക് ഈ വെള്ളം ഈ ശേഖരിക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം പൊളിച്ചാൽ ഇവിടെ ഉയരത്തന്നെ ഇതായാലും ഈ വെള്ളം ഇവിടെ ഇതേമാരും നിൽക്കും, ഈ ഭാഗമായിട്ട് നിൽക്കും. അതിന് മുന്നേ ഇവിടെ നിന്ന് ഇതായിട്ടാണ് ഇന്നേരെ വെള്ളം പോയിട്ടില്ല. ഇപ്പൊ ഒരാളെ വെള്ളം ഇവിടെ കിടക്കണ്ടേ ഈ വയലിൽ. ഈ വയലിൽ നിന്ന് നേരെ പോകാനുള്ള ചെറിയ പോയാൽ പോകാനുള്ള ചെറുതോടാണ്. നിങ്ങൾ പൊട്ടിയതെപ്പോഴാണ് കണ്ടത്? പൊട്ടിയത് ഞാൻ ഒരു 5:45 ആയിരുന്നു. ആ ഒരു അത് പൊട്ടിയിട്ടുള്ള ഇവിടെ ഒരു പറഞ്ഞ 50 പൊട്ടിച്ചാൽ അപ്പൊ 7 പൊട്ടിച്ചല്ല. അങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ശേഖരിച്ച് ലോക്ക് എടുത്തൂല്ല. അങ്ങനെ ഇതിൽ വന്ന് നമ്മളിതിലെ പസേജ് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള നടത്തക്കാരാണ്. ഇവിടെ ഉള്ളവർക്കും ഈ കൃഷി നടത്തണം. ഇതായിട്ടുള്ള ഇത് കൃഷിന്റെ സ്ഥലമാണ്. ഒരു 18 വൈക്കോലോടുണ്ട് നമ്മളുടെ. ഒരു 26 സെന്റ് സ്ഥലമാണ് ആ എടുക്കേണ്ടത്.